ഇത് ഫസ്റ്റ് മിൽക്കാണ്. മിൽക്ക് ഞാൻ എടുത്തത് വൈറ്റമിൻ ഇ കണ്ടൻ്റ് ഉണ്ട്. നമുക്ക് നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റായിട്ട് മിൽക്ക് യൂസ് ചെയ്യാം. ഫേസിൽ നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റാണ് മിൽക്ക്. ഇത് നമുക്ക് ഇഡലി മാവാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ അതിപ്പോൾ എടുത്തതാണ്. പ്രോബയോട്ടിക്കൊക്കെ ഇഡലി മാവിനകത്ത് ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും ഡാൻഡ്രൂഫ് വന്നിട്ടുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നല്ലൊരു സ്ക്രബിങ് ഏജൻറ്റായിട്ട് നമുക്ക് ഇഡലി മാവ് യൂസ് ചെയ്യാം. അധികം ഉപ്പ് ഒഴിക്കാതെ മാറ്റി വെച്ച ഇഡലി മാവാണ്. നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇത്, അതായത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് നമുക്ക് സ്കിന്നിന് വൈറ്റമിൻ ഇ നല്ല രീതിയിൽ തരുന്നതാണ്. വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫേഷ്യൽ എന്നും പറയാം, നോൺ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. അതായത് നമുക്ക് ഗ്ലൂട്ടാത്തയോൺ നമുക്ക് കിട്ടുന്ന കുക്കുംബറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇന്നൊരു ഫേഷ്യൽ ചെയ്യാം. എൻ്റെ മോൻ്റെ മുഖത്ത് തന്നെയാണ് ചെയ്യുന്നത്. മോന് വെളിയിൽ പോയി ദുബായിലായിരുന്നു. വന്നിട്ട് ഒരുപാട് വെയിലെല്ലാം അടിച്ചു, ഫേസ് ഭയങ്കര ടാൻ അടിച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് മോൻ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാനിത് ഒന്ന് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ബെറ്റർ റിസൾട്ട് വന്നു. പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സീസണിൽ എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കാം. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് ബീട്രൂട്ടുണ്ട്. ബീട്രൂട്ടിനകത്ത് നമുക്ക് സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റ്, മെലാനിനെ കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാം ഒരു ഗുണവും ബീട്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഫേഷ്യൽ ചെയ്ത് ഞാനത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അവയർനെസ് തരുന്നതായിരിക്കും. ഇപ്പോൾ കോട്ടൺ കൊണ്ട് ഞാൻ ക്ലെൻസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ വേണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഡീപ്പായിട്ട് ക്ലെൻസിങ്, അതായത് മിൽക്കാണ്, മിൽക്കിനകത്ത് മുക്കി എന്നിട്ടാണ് ക്ലെൻസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ റൗണ്ടിൽ സാറിൻ്റെ പേരെന്താണ്? അരവിന്ദ്. വീട് എവിടെ? കുടയമ്പടി, കോട്ടയം. എവിടെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ദുബായിലാണ്. വന്നിട്ട് എത്ര നാളായി? 1 month ആകുന്നു. ഓക്കെ. സാറിൻ്റെ ഫേസിലുള്ള കുറച്ച് നമുക്ക് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തായിരുന്നോ? ഇല്ല, പ്ലെയിൻ വാട്ടർ വാഷ് ചെയ്തല്ലേ? അപ്പം എങ്കിലും കോട്ടൻ്റെ കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മിൽക്കിൻ്റെ ഗുണമാണ്. വീണ്ടും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ക്ലെൻസ് ചെയ്യുക. അപ്പം നമുക്ക് വീട്ടിലെ ഹോം റെമഡി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇത് എൻ്റെ മോനാണ്, അരവിന്ദ് ബാബു. ഇതെൻ്റെ അമ്മയുമാണ്. ഇതെൻ്റെ അമ്മയുമാണ്. ഓക്കെ. അപ്പോൾ ഇതുവരെ ആള് നല്ല വെയിലത്തും ചൂടത്തും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അല്ലേ വന്നിട്ട് ഇത്ര നാളായി. നല്ല ചൂടാണല്ലോ. പൊതുവേ എത്ര ഡിഗ്രി ചൂടാ അവിടെ? 52. ഓക്കെ. ഞാൻ സാധാരണ ഗ്ലൗസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇതിപ്പം ഒറിജിനൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് ഗ്ലൗസ് ഒക്കെ മാറ്റി. കാരണം അത്രയും എൻ്റെ കയ്യിലോട്ട് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മാറ്റിയത്. പാലൊക്കെ ക്ലെൻസിങ് അല്ലേ. അപ്പം നമുക്ക് അപ്പോൾ ഇത് കഴിഞ്ഞു. പിന്നെ ഒരല്പം പാല് ഞാൻ കയ്യിലെടുത്തു. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ പാലെടുത്തിട്ട് ക്ലെൻസ് ചെയ്യാം. തന്നെ ക്ലെൻസ് ചെയ്യുകയോ മസാജ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതായത് നെഗറ്റീവ് റൊട്ടേഷൻ നമ്മുടെ സ്കിന്നിൽ വരും. നമ്മൾ താഴോട്ട് വരും, കണ്ണിന് ഇടുമ്മൽ വരും. അറ്റ്ലീസ്റ്റ് ഞാൻ പോലും ഒന്ന് ചെയ്താൽ എനിക്ക് കണ്ണിന് ഇടുമ്മൽ പെട്ടെന്ന് വരും. അങ്ങനെ സെൽഫായിട്ട് ഫേഷ്യൽ ചെയ്തോ മസാജ് ചെയ്യുന്നവരെ കണ്ടാൽ പെട്ടെന്ന് അറിയാം തന്നെ ചെയ്യുന്നതാണെന്ന്. മിൽക്കിൻ്റെ എല്ലാ അംശവും നമ്മൾ അടുത്ത കോട്ടൺ വാട്ടറിൽ നനച്ചിട്ട് എല്ലാം ഡീപ്പായിട്ട് റെഡ്യൂസ് ചെയ്ത് കളയുകയാണ്. കാരണം നമുക്ക് നല്ലൊരു ഓയിലി സ്കിന്നിനാണേലും നമുക്ക് പെട്ടെന്ന് കോട്ടൺ കൊണ്ട് നമുക്ക് കോട്ടൺ നനച്ച് പാലിനകത്ത് കോട്ടൺ നനച്ചിട്ട് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയാം. അത് കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം പാലിനകത്തെ കൊഴുപ്പ് സ്കിന്നിലോട്ട് അടിഞ്ഞ് സ്കിന്നിലെ സെബം കൂടെ ആകുമ്പോഴത്തേനും കറക്റ്റ് പിന്നീടൊരു ഫംഗസൊക്കെ ഫേസിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഓയിൽ സ്കിൻകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അവർ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയേണ്ടതാണ്. ഇത് ദോശമാവാണ്. ഇതിനകത്ത് പ്രോബയോട്ടിക് ഉണ്ട്, നമുക്ക് വേണ്ട ബാക്ടീരിയ എല്ലാം ഉണ്ട്. പുളിപ്പിച്ച് വന്ന മാവല്ലേ, അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഒരു 2-3 രാവിലെ ഒരു ദോശ ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ. ഒരു ദോശ ചോദിച്ചപ്പോൾ കൊടുത്തില്ലല്ലോ. അത് ഇതിന് വേണ്ടിയിട്ട് ഒരു തവി മാറ്റി വെച്ചതാണ്. ആൾ ഇഡലിയും സമരവും കഴിച്ചതാണ്. ഓക്കെ, എൻ്റെ കുറച്ച് ടിപ്സും കുറച്ചെന്നല്ല എല്ലാ ടിപ്സും മോനും കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്തത് സ്ക്രബ് ചെയ്യുവാണ്. സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ക്ലെൻസിങ് ചെയ്യുമ്പോൾ തന്നെ സ്കിൻ ഓപ്പൺ ആക്കി, പിന്നെ നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യണം അല്ലേ. റിമൂവ് ആകണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ സ്ക്രബ് ചെയ്യണം. കോശകലകളെ കുതിർത്ത് ഇളക്കി മാറ്റുക എന്നുള്ളതാണ്. വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഡബിൾ സ്ക്രബും ഡബിൾ ക്ലെൻസിങ്ങും ചെയ്താൽ, അതായത് 2 പ്രാവശ്യം. ഇപ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്തു, നമ്മൾ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വീണ്ടും ഒന്നും കൂടെ നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ്. ഞാൻ സ്ക്രബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അബ്സോർബ് ആകാൻ കാരണം ഇതിനകത്ത് നമുക്ക് അറിയാലോ, റൈസ് കണ്ടൻറ്റ്, പിന്നെയുള്ളത് എല്ലാം പ്രോട്ടീൻ കണ്ടൻറ്റാണ്. ഉഴുന്ന്, അത് നമ്മുടെ സ്കിൻ പെട്ടെന്ന് വലിച്ചെടുക്കുന്നതാണ് ഈ ഒരു സമയം അല്ലേ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നല്ല മോയ്സ്ചർ ഉള്ള സമയമാണ്. അപ്പോൾ ഇത്രയും ഡ്രൈ ആയ സമയത്ത് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് മെൽറ്റ് ആക്കാൻ നോക്കരുത്. അപ്പോൾ നമുക്ക് ഓപ്പൺ പോസ് വീണ്ടും ക്ലോസ് ആകും. അത് നമുക്കൊരു ടോണർ ആപ്ലിക്കേഷൻ കൊടുക്കാം. ടോണർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കുക്കുംബർ നമുക്കൊരു ടോണർ ആക്കി എടുക്കാം. ടോണറിനാൽ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് നീരുകൊണ്ട് നമുക്ക് അതിനെ വീണ്ടും കുരുത്തക്കേടാണ്. ചെറുപ്പത്തിലും അടങ്ങിയിരിക്കത്തില്ലായിരുന്നു, എപ്പോഴും അടങ്ങിയിരിക്കത്തില്ല. പേരെ വലിച്ചെടുത്ത് സൗണ്ട് ഉണ്ടാക്കും. അയ്യോ, മര്യാദയ്ക്ക് ഒരു വീഡിയോ ഒന്ന് ചെയ്തോട്ടെ. ഇതെല്ലാവർക്കും എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര പേർക്ക് റിലാക്സ് ആവുന്ന ഒരു കാര്യമാണെന്ന് അറിയുന്നത്. വീട്ടിൽ നമുക്കിത് സാധനം എല്ലാം കിട്ടുന്നതാണ്. എത്ര മക്കൾക്കൊക്കെ, കാരണം എല്ലാവരും ഫോൺ നോക്കി ഒക്കെ ഇരിക്കും. എന്താണ് പുതിയ ചെയ്യാവുന്നത്, ടൈം സ്പെൻഡ് ചെയ്യാതെ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടുപിടിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ കുക്കുംബർ കൊണ്ട് അപ്പം നമുക്ക് മെൽറ്റായി നല്ലൊരു ടോണറാണ്. പിന്നെ കുക്കുംബറിന് പ്രധാന ഒരു ഗുണമുള്ളത് ഗ്ലൂട്ടാത്തയോൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഫുഡ് ഇണ്ടേക്ക് എടുക്കുന്നതാണ്. അത് നമ്മൾ എക്സ്റ്റേണലും ഇൻറ്റേണലും നമുക്ക് കൊടുക്കാവുന്ന ഒരു ടിപ്സാണിത്. ആ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞാൽ കൊളാജൻ ഫോം സ്കിന്നിൽ നമുക്കുള്ളിൽ കിട്ടേണ്ട ഒരു കാര്യം. അത് നമുക്ക് പുറമേ കൊടുക്കാം. ഇപ്പം കേട്ടിട്ടില്ലേ, ടാബ്ലറ്റായിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് റിങ്കിൾസ് വരാതെ. റിങ്കിൾസ് വരുന്നത് എന്തുകൊണ്ടാണ്? കൊളാജൻ ഫോം ഇല്ലാത്ത ഭാഗം. അതെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ക്രീം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ വീഡിയോ അടുത്ത ഇത് കൊടുക്കാൻ, നമുക്ക് എല്ലാവർക്കും ഒരു ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുത്തിട്ട് എല്ലാം കസ്റ്റമറിലേക്ക് നമുക്ക് എത്തിക്കാം. അപ്പം ഇത് സംഭവം ലിപ്പിനും ഒക്കെ ചെയ്യാൻ, ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ലിപ്പിനും ഈ ഒരു ഡ്രൈനെസ് കൊടുക്കാം. ഫേസിൽ ആൾ കുളിച്ചത് കൊണ്ടാണ് ഇപ്പം കൊടുക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് ലിപ്പും ഇതുപോലെ തന്നെ കൊടുക്കും. കാരണം എപ്പോഴും ഡെഡ് സെൽസ് നമുക്ക് ലിപ്പും ആവുന്നുണ്ട്, അതായത് ക്രാക്ക് വീഴും ലിപ്പിന്. അതിന് നമുക്ക് ഇതുപോലെ തന്നെ സ്ക്രബിങ് കൊണ്ട് കൊടുക്കാം. അതിന് തക്കാളിക്കകത്ത് പഞ്ചസാര ഇട്ടും റബ്ബ് ചെയ്താണെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ നെറ്റിയിൽ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കൂടുതലൊന്ന് ഇട്ടു, കുറച്ചുകൂടെ സ്ക്രബിങ് കണ്ടൻറ്റ് ഇട്ടു, എന്നിട്ട് നാരങ്ങാനീര് കുറച്ചുകൂടെ പിഴിഞ്ഞു. നാച്ചുറൽ ടിപ്സിന് എപ്പോഴും ഒരു ഗുണവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പെട്ടെന്നാണ് സ്കിന്നിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിനകത്തുള്ളത് സ്കിൻ വലിച്ചെടുക്കും. അതിൻ്റെ ഒരു ഗുണം കിട്ടുകയും ചെയ്യും. പ്ലസ് മസാജിങ്ങിൻ്റെ
തന്നെയുള്ള മസാജ് ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതെന്നും ചെയ്താലേ ഉള്ളൂ, എന്നും ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ആ ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നാച്ചുറൽ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഞങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സിന്തറ്റിക് ഫേഷ്യലിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ സിന്തറ്റിക് ഫേഷ്യൽ, നാച്ചുറൽ, ഹെർബൽ, അങ്ങനെയൊക്കെ ഓരോ ഇപ്പോഴാണ് മെഡിക്കേറ്റഡ് ഫേഷ്യൽ വന്നു. സിന്തറ്റിക് എന്നൊക്കെ പറയുന്നത് ക്രീം ആഡ് ചെയ്തുള്ള ഫേഷ്യലിന്, കാരണം അങ്ങനെയുള്ള സിന്തറ്റിക് കണ്ടൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഹെർബ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നിൻ്റെ ഇടിച്ചു വിഴിഞ്ഞ ഇലയുടെ ചാറൊക്കെ എടുത്ത് അങ്ങനെയുള്ള ഫേഷ്യൽ. നാച്ചുറൽ ടിപ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, ഇതൊരു നാച്ചുറലാണ്. നമ്മൾ നാച്ചുറൽ പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മൾ ആക്കിയെടുത്ത ഒരു സാധനം നമ്മുടെ കൈ കിട്ടി നമ്മൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫേഷ്യൽ ടിപ്സ്. ഇതിനെ ഞാൻ ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് മസാജ് ചെയ്യുകയാണ്. ഇപ്പം എനിക്ക് എൻ്റെ മോൻ്റെ സ്കിന്നിൽ ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ചെറിയൊരു ആ തരി അധികമില്ല എങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഒരു നറീഷിങ് ക്രീമിൽ ഞാൻ കൈ ഓടിക്കുന്ന ഒരു ഇതാണ് കിട്ടുന്നത്. ആ റഫ്നെസ് അങ്ങ് മാറി നല്ലൊരു സ്മൂത്ത് സ്കിൻ പ്രതലമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഡെഡ് സെൽസ് ഫസ്റ്റ് സ്ക്രബിൽ തന്നെ പോയിട്ടുണ്ട്. സെക്കൻഡ് നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസിൻ്റെ അകത്തെ ചോറിൻ്റെ ഉണ്ട്, കുക്കമ്പറിൻ്റെ ഉണ്ട്, ഇതിൻ്റെ എല്ലാം ധാന്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഇഡലി തയ്യാറാക്കുന്നത്. ആ ഒരു മെൽറ്റായിട്ട് അല്പം പാലും ഉണ്ട്, ആ മെൽറ്റായിട്ട് തന്നെ സ്കിന്നിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ റിമൂവ് ചെയ്യും. ഡബിൾ സ്ക്രബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രബിങ് ഞാൻ കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ചെയ്യാൻ പോവാണ്. കാരണം ഞാനൊരു കസ്റ്റമറെ കിട്ടിയാൽ അരമണിക്കൂറെങ്കിലും കൺസൾട്ടിങ് ചെയ്യും. എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അവർ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, കൂടുതൽ പൊല്യൂഷൻ അടിച്ചിട്ടുണ്ടോ, വെയിൽ കൊണ്ടിട്ടുണ്ടോ, ഫീൽഡ് വർക്കാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവരുടെ സ്കിന്നിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്തിരിക്കുന്നത്. നൈറ്റ് വർക്ക്, അതായത് എന്താ പറയണ്ടേ, ഈ ഇതിൽ നൈറ്റിൽ ജോലി ചെയ്യുന്നത്, നേഴ്സിംഗ് ഫീൽഡൊക്കെ നൈറ്റ് എടുക്കും. അപ്പോൾ എന്താണെങ്കിലും ഉറക്കക്കുറവ് നമ്മുടെ സ്കിന്നിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് പുറമേ നമ്മൾ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളത് അവരുടെ ഒരു ഹാബിറ്റും എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഡബിൾ സ്ക്രബിങ് കഴിഞ്ഞു. അപ്പോൾ സ്കിൻ ഓപ്പൺ ആയിരിക്കണം. അവിടോട്ട് വീണ്ടും ഞാൻ വെള്ളം കൊണ്ട് കവർ ചെയ്യുന്നില്ല, വീണ്ടും ഞാൻ ഈ സ്ക്രബിങ് തന്നെ കൊടുക്കുകയാണ്. അതിനകത്ത് ഈ കുക്കുംബർ ജ്യൂസ് വെച്ച് തന്നെ ഒന്നുകൂടെ ചെയ്യുന്നു. സെക്കൻഡ് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. ടാപ്പ് ചെയ്യുമ്പോൾ സ്കിൻ വീണ്ടും കുറച്ചുകൂടെ ഉണർന്ന് കുറച്ചുകൂടെ സ്കിന്നിന് മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് വെളിയിലേക്ക് വരാൻ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ആ ഒരു ടാപ്പിങ്ങിൻ്റെ ഇതിൽ ആ ഒരു ചെറിയൊരു മൂമെൻറ്റ്സ് ഹീറ്റും ഫോം ചെയ്യും. അതുമായിട്ടൊന്ന് കോണ്ടാക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ടാപ്പിംഗ് കൊടുക്കുന്നു. ടാപ്പിംഗ് കൊടുക്കുമ്പോൾ തന്നെ ചെറിയ വെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ എന്താണോ അപ്പോൾ ഇതൊക്കെ നാച്ചുറൽ ടിപ്സ് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് തൈരൊക്കെ നമുക്ക് യാതൊരു അലർജി ഇല്ലാത്തവർക്ക് ഈ സമയം തൈര് ആഡ് ചെയ്യാം. എപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു മൂടിക്കിടക്കുന്ന ഒരു ഭാഗം, അത് കവറിങ് ഉള്ള ഒരു ഭാഗം മാറ്റി കഴിയുമ്പോഴാണല്ലോ നമുക്ക് തെളിഞ്ഞു വരുന്നത്. അതിൽ വേണം നമ്മൾ ശരിക്കും ഒരു സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് പോലെ നമുക്ക് കൊടുക്കാൻ. കുക്കുംബറാണ് അതിൻ്റെ ജ്യൂസ്. ഓക്കെ, ഞാൻ ഷോപ്പിലൊക്കെ ആണെങ്കിൽ ടോണർ കോട്ടണിലെടുത്തിട്ട് ടാപ്പ് ചെയ്യും. നമ്മൾ ടോണർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു 5 to 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം സ്കിന്നൊന്ന് ക്ലോസ് ആകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞു, ടോണർ ഇട്ടു, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാജ് 10 to 15 മിനിറ്റ്സ്, അതല്ല ആൻറ്റി ഏജിങ്ങിലേക്ക് പോകേണ്ടവർക്ക് ശരിക്കും 20 മിനിറ്റ്സ് ഓർ 30 വരെ മസാജിങ് ടെക്നിക്സ് ഉണ്ട്.
അതൊക്കെ നമുക്ക് ഷോപ്പിൽ ഇപ്പോൾ ഇവനെ അധികം ഒന്നും വേണ്ട അല്ലേ. നമുക്കൊരു അല്ല അതല്ല, ഞാൻ ചെയ്താൽ നല്ലതാണ്. ഇത്ര നാൾ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നല്ലേ. ഒരു ദിവസം ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ എല്ലാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും നമ്മൾ ഫേസിലിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കുക. ആ സമയം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. അപ്പം ഡ്രൈ ആവും. അത് നമുക്ക് അടുത്തൊരു മസാജ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ടോണർ എല്ലാം നല്ല പോലെ വലിഞ്ഞു, നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു മസാജിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ചിലപ്പം ബീട്രൂട്ട് ചോറുമായിട്ട് അരച്ചതാണിത് മസാജ് ചെയ്തിട്ട്. സ്കിന്നിൻ്റെ ടാന്, ചെറിയ ഡാർക്ക് സ്പോട്ട് വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടെൻഡൻസി ഉണ്ട്. കൂടുതൽ വെയിൽ കൊള്ളുന്നവർക്കൊക്കെ ഈ ഒരു പായ്ക്ക് നല്ലതാണ്. വെളിയിൽ ജോലി ചെയ്യുന്നവർ ഹോം റെമഡീസായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊരു 2-3 തുള്ളി നാരങ്ങ നീരും കൂടെ കൂടുതൽ വേണ്ട ആഡ് ചെയ്താൽ, കാരണം ഡ്രൈ സ്കിന്നിന് നമുക്കത് നോക്കിയിട്ട് മാത്രമാണ് ആഡ് ചെയ്യാവുള്ളൂ നാരങ്ങയുടെ. അതുപോലെ pH കണ്ടൻറ്റ്, സ്കിന്നിൻ്റെ pH ബാലൻസ് നോക്കണം. അമ്ലാംശം കൂടുതലുള്ളവർക്ക് ഇതും അമ്ലത്തിൻ്റെ ഇതല്ലേ, സിട്രിക് ആസിഡ് ഉള്ളതായതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. 2-3 ഡ്രോപ്സ് അല്ലെ 4 ഡ്രോപ്സ് അതിൽ കൂടുതൽ വേണ്ട. ഫോർഹെഡിനൊന്ന്, ചീക്ക്, അങ്ങനെ ഓരോ ഡ്രോപ്സ് മാത്രം നമുക്ക് മതിയാവും. മസാജ് ചെയ്യുമ്പോൾ അത് നമുക്ക് അറിയാം, പെട്രിസാജൽ എന്നൊക്കെ പറഞ്ഞൊരു, കാരണം നമ്മുടെ തമ്പ് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു മസാജിങ് ടിപ്സൊക്കെയാണ്. അതൊക്കെ ഫേഷ്യൽ ബെഡൊക്കെ കിടന്ന് റിലാക്സ് ആക്കിയിട്ടൊക്കെ ടൈം എടുത്ത് തന്നെ ചെയ്യുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തെ ഒരു റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഹോം ആയിട്ട് ചെയ്യുമ്പോൾ, വീട്ടിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്തായാലും ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല സ്കിൻ എന്തും ന്യൂട്രീഷൻ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞത് വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊണ്ട്, ഈ ഒരു കൈ കൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. തന്നെയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും അപ്വേർഡായിട്ട് നമ്മൾ കൊടുക്കണം. എൻ്റെ കൈ താഴോട്ട് പോകുന്നെങ്കിൽ ഞാൻ മേലോട്ട് മാത്രമേ ശരിക്കും എൻ്റേതായ ടെക്നിക്സൊക്കെ അങ്ങ് എനിക്ക് ചെയ്യാൻ ഇതായിട്ട് വരുന്ന ഒരു വൈബ്രേഷൻ മോഡൊക്കെ കൊടുക്കും. ലിംഫാറ്റിക് ഡ്രെയിനേജൊക്കെ നമുക്ക് കൊടുക്കണം മസാജിങ്ങിൽ. കൂടുതൽ കഫമൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ കെട്ടിക്കിടക്കുന്നവർക്ക് ഈ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ് വെച്ച് ആ ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ അത് മസാജിങ് ചെയ്ത് സ്കിന്നൊക്കെ നല്ല രീതിയിലായി അകത്ത് ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നല്ല രീതിയിൽ ഇൻക്രീസ് ആയി വരുന്ന സമയത്താണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ അന്നേരം നമുക്ക് കഫമൊക്കെ ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ നല്ല പോലെ അത് പോവും. വീണ്ടും ഡ്രൈ ആയി. ഞാൻ പിന്നെ വേറെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് വെച്ചിരുന്നു, അത് കൊണ്ടുവന്ന് അത് നമുക്ക് സ്മാഷ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതല്ലേ തന്നെ അത് നമുക്ക് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് സ്മാഷ് ചെയ്ത് കിട്ടുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് നന്നായിട്ട് കിട്ടി. ഓക്കെ, ഒരു 10 മിനിറ്റ് നമ്മൾ ആ ഒരു രീതി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ
ഒന്ന് അബ്സോർബ് ആക്കാൻ വേണ്ടിയിട്ട് കവറിങ് കൊടുക്കാം. കാരണം കൂടുതൽ ടാൻ ഇവിടെയുണ്ട്. വൈറ്റമിൻ കണ്ടൻറ്റ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനകത്ത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പായ്ക്കൊക്കെ എടുത്തു, ഫേസ് വാഷ് ചെയ്തു. പായ്ക്ക് എടുത്തപ്പോൾ തന്നെ നല്ലൊരു റെഡ് കളർ ഫേസിൽ നിൽക്കും. അത് മാറിയിട്ട് നാച്ചുറൽ കളറിലേക്ക് സ്കിൻ വന്നു. നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പം ഒരിക്കലും ടവൽ കൊണ്ട് തുടയ്ക്കുകയോ ഇതുപോലെ ടിഷ്യൂ കൊണ്ട് ഒപ്പം ഒന്നും ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ വെള്ളത്തുള്ളി അംശമൊക്കെ സ്കിന്നിൽ ഇരിപ്പുണ്ട്, അത് തന്നെ വലിയട്ടെ. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നു അവനെ എന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു ഫീലിങ്സ് ഒന്ന് പറഞ്ഞു. കസ്റ്റമർക്കൊക്കെ നമുക്ക് നിന്നെ പോലെ നമുക്കറിയാമല്ലോ. പിന്നെന്താ നാച്ചുറൽ കിട്ടുമ്പോൾ കൂളിംഗ് എഫക്റ്റ് നല്ല ഉണ്ടായിരുന്നോ? അടുത്ത ഞങ്ങളുടെ ഒരു കൊച്ചു ബ്യൂട്ടീഷ്യൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ എണ്ണ തേച്ചെല്ലാം കൂടി കഴിഞ്ഞിട്ട് വന്നതാണ്. ഞങ്ങൾ ഫാമിലിയോടെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. എണ്ണ തേച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഒരു കിന്നരിയൊക്കെ വെച്ചിരിക്കുകയാണ്. മോൻ്റെ മോനാണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോൾ വേറെ ആളെയും കൂടെ പരിചയപ്പെടുത്തും. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.